അല്ല പടവലത്ത് പാമ്പിന്റെ ശല്യമൊന്നുമില്ലേ? ഇഷ്ടംപോലെ ഭയങ്കര വിഷമുള്ള പാമ്പല്ലടാ. പിന്നെ മണ്ണര, നെത്തോലി, പിന്നെ ചേര, ഭയങ്കര വിഷമുള്ള പാമ്പല്ലേ ഇവിടെ ഉള്ളത്. അവിടെ മൂർഖനുണ്ട്, മലമ്പാമ്പുണ്ട്, പിന്നെ ശംഖുവരനുണ്ട്. അതൊക്കെ വിഷപ്പാമ്പല്ലേ? ഭയങ്കര വിഷമല്ലേ ഇതിനൊക്കെ? പിന്നെ വിഷപ്പാമ്പാണ്. പക്ഷെ നാട്ടുകാരെ കൊത്തി 2-3 മരിക്കുകയും ചെയ്തു. പക്ഷെ പടവലങ്കാരെ കൊത്തിയപ്പോൾ മരിച്ചില്ല. അതിനേക്കാൾ വലിയ വിഷമാണ് പടവലങ്കാര്. തമാശ കളിക്കില്ല, അതൊക്കെ വിട്. അല്ല കേരളത്തില് ഈ ഇഷ്ടംപോലെ വിഷമുള്ള പാമ്പൊക്കെ ഉണ്ടല്ലോ. ഈ നമ്മൾക്ക് ഈ കേരളത്തിലെ വിഷപ്പാമ്പുകൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ പുസ്തകത്തില് ഇനി പാമ്പാട്ടിയുടെ വേഷം കിട്ടാനുള്ള പരിപാടിയായിരിക്കും. ഞാൻ പോണു. നോക്ക് പോടുന്നു പക്ഷെ പേടിപ്പിക്കാനായിട്ട്. എന്താണ് ഇത്? ഇതൊക്കെ നല്ലത് പാമ്പ് കുത്തിയായിരുന്നു. പാടുന്നു ഇതിപ്പോ കറങ്ങും. ഇതിപ്പോ കബോർഡ് കാണില്ല. നീ നോക്കിയിട്ട് കയറിയാ ഇപ്പോ. അച്ഛൻ ചുമ്മാ പേടിപ്പിക്കല കേട്ടോ. അച്ഛനെല്ലാം തമാശ കളിയാ. പാമ്പ് ശരിക്കും ഇവിടെ കൊണ്ടാടാ. ഇതുപോലെ നമ്മുടെ പത്തായില്ലേ, കുറക്കളത്ത് പത്തായില്ലേ, പത്തായത്തിനകത്തൊരു ചേര കയറിയിരുന്നു. ഏകദേശം നിന്റെ അത്ര വരും. എല്ലാവരും നോക്കി ഇറങ്ങിയില്ല, പുറത്തിറങ്ങിയില്ല. അച്ഛൻ എന്തെന്ന് അറിയാമോ? ചെറിയ മീൻ പിടിക്കണ ചൂണ്ടയില്ലേ, ചെറിയ പാറ്റയെ കൊളുത്തി അങ്ങ് ഇട്ട് കൊടുത്ത് കറക്റ്റായി പിടിച്ച് പോക്കിയെടുത്ത് ഇറങ്ങി. കണ്ടോണ്ട് ആൾക്കാരെ കണ്ണുകൾ നിറയെ വീഴുന്നു. എല്ലാം കൂടെ വാരി കൂട്ടിയെടുത്തപ്പോ 2 കിലോ ഉണ്ടായിരുന്നു. എന്തോ കണ്ണേ. അച്ഛാ ഇതൊക്കെ സത്യമാണോ അച്ഛാ? എടാ പാമ്പിന്റെ കഥ പറഞ്ഞ ഒരുപാടുണ്ടേ. പറഞ്ഞാൽ തിരിവില്ലടേ. ഞാൻ പോയി ഇതിൽ കട്ടൻ ചായ കുടിച്ചിട്ട് വരണം. ഒരു കട്ടൻ ചായ. പാമ്പിന്റെ കഥ പറയാനാ? കണ്ട 2 ഉഗ്ര സംഭവങ്ങൾ പറഞ്ഞേ ഉള്ളൂ. കഥ പറയാ. പിള്ളേരെ തിരക്കണ്ട. അതിന് ഞാൻ കച്ചിന്റെ കഥയൊക്കെ വന്നൊന്നുമല്ല, ഞാൻ അമ്മനെ സഹായിക്കാൻ വന്നതാ. എന്താണ് എന്റെ അഭാവത്തിലൂടെ ഒരു ചർച്ച? ഇവിടെ ഒരു പാമ്പ് കിടന്ന് കറങ്ങുന്നടാ. പാമ്പാ? ഏത് കളറ്? എന്താ ഓറഞ്ചില് ബ്ലൂ വര അങ്ങനത്തെ ഒരു പാമ്പ്. ഓ തമാശ പറഞ്ഞായിരുന്നല്ലേ, മനസ്സിലായില്ല ചേട്ടാ. ചേച്ചി ഞാൻ നമ്മുടെ മറ്റേ ഗേറ്റില്ലേ, ആ ഗേറ്റിന്റെ ഭാഗത്തൊരു കറുത്ത വാല ഉണ്ടായിരുന്നു. കറുത്ത വാല? ഇത് കറുത്ത പാമ്പ് തന്നെയാണ് നമ്മ കണ്ടത്. കറുത്ത പാമ്പ് തന്നെ? ഈ സംഭവം എന്താ പറയൂ, ചില പാമ്പിനൊക്കെ ഒരു ഏരിയ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് പോവില്ല. അത് തന്നെ അമ്മയും പറഞ്ഞത്. നീ നേരത്തെ പറഞ്ഞില്ലേ ഓറഞ്ചിന്റെ നീലവരയുള്ള പാമ്പ് ഒരുപാട് കളറിലുണ്ട്. ഓരോ കളറുണ്ട്. എടാ പണ്ട് ഇതുപോലെ നമ്മളെ കാവിന്റെ താഴെയുള്ളൊരു തോടുണ്ടായിരുന്നു. അവിടെ കുളിക്കാനും നനയ്ക്കാനും കുറെ പെണ്ണുങ്ങൾ വരും. അപ്പോൾ ഒരൊറ്റ നിലവിളി ഒരു പാമ്പിനെ കണ്ടുകൊണ്ട്. അപ്പം മോളിൽ പണിക്ക് നാക്കാറില്ല ഇവിടെ ചാടി ഇറങ്ങി. അവർ നോക്കിയപ്പോൾ അമ്പരന്ന് പോയി. അമ്പരന്നാ എന്താ പറഞ്ഞ? അമ്പരന്ന്. അതിനാണ് കേട്ടത്. ഈ പാമ്പിനെ കാണുമ്പോൾ ഒന്നെങ്കിൽ നമ്മൾ ഓടി വിളിക്കും, അല്ലെങ്കിൽ അതിനെ തല്ലിക്കൊല്ലും. ഈ അമ്പരം നിൽക്കാന്ന് പറഞ്ഞത് എങ്ങനെ? അതല്ലേ രസം. രസോ കഥ കേൾക്കണോ? പല നിറത്തിലുള്ള പാമ്പുകൾ. അല്ലല്ല പാമ്പിനെ കണ്ട അന്തം വിട്ടത്. നല്ല സ്വർണ്ണ നിറമുള്ള മിന്നുന്ന വെള്ളി പോലെ നിന്ന് മെലുകണ്. സ്വർണ്ണ നിറമുള്ള പാമ്പടാ, നല്ല തിളക്കുള്ള പാമ്പ്. സ്വർണ്ണ നിറം നല്ല വെള്ളി വെളിച്ചം പറഞ്ഞ സ്വർണ്ണ നിറമുള്ളായിരുന്നു. സ്വർണ്ണ നിറമുള്ള പാമ്പടേ. കാര്യം പറയുമ്പോ സ്വർണ്ണ നിറമുള്ള പാമ്പ് അത് ഇങ്ങനെ ഒന്ന് ആളെയാണ്. അപ്പം ഈ പണിക്കാരൻ ഒരുത്തുണ്ടല്ലോ, അവന്റെ കയ്യിൽ ചെറിയൊരു ഇത്രയുള്ള വെട്ടം വെച്ചിരുന്നു. എടുത്ത് ഇങ്ങനെ വെട്ടം പോകും പാമ്പ് ഇങ്ങനെ അരുതരുതേന്ന് കാണിക്കണത്. സാധനം എന്താണ്? വലിയ നാഗത്താനാണ്, സ്വർണ്ണ നിറമുള്ള നാഗത്താനാണ്. ഞാൻ തൊഴുത് പറഞ്ഞു, നാഗരാജാവെ ക്ഷമിക്കണം, അറിയില്ലാതെ പറ്റിയാണ്. ദിവസം വന്ന് നമ്മൾ തൊഴിലുണ്ടല്ലോ, തൊഴുന്ന ആൾക്കാരെ എന്തിനാണ് ശിക്ഷിക്കണമെന്ന് ചോദിച്ചു. ദൈവം കവനകത്തോട്ട് കയറി പോകാൻ പോയപ്പോൾ മര്യാദ കഴിഞ്ഞ് അകത്ത് പറ്റിങ്ങനെ ടാറ്റാണെങ്കിൽ സ്വർണ്ണ നിറമുള്ള പാമ്പാണ് കുഞ്ഞൂട്ടൻ. നമ്മളെ കുഞ്ഞൂട്ടൻ എന്നാണ് വിളിക്കണത്. സ്വർണ്ണ നിറമുള്ള പാമ്പാണ്. ഈ പാമ്പിന് നമ്മളിങ്ങനെ പറയണൊക്കെ മനസ്സിലാവോ? ബാലു പറഞ്ഞൊക്കെ പാമ്പിന് മനസ്സിലായിരുന്നോ? അല്ല ചെവിയൊക്കെ ഇത്രയും ഷാർപ്പാണോ അങ്ങനെ കേൾക്കുമ്പോ? അതിന് പാമ്പിന് ചെവിയില്ലല്ലേ? അതാണ് ഈ പറഞ്ഞൊക്കെ ഇങ്ങനെ പോയിക്കോളൂ, അവിടെ പോയതുകൊണ്ട് എന്തിനാ വന്ന് എന്നൊക്കെ പറഞ്ഞപ്പോ മനസ്സിലായി. ദൈവത്തുള്ള പാമ്പാണെന്നല്ലേ ഞാൻ പറഞ്ഞത്. സാറ് നിന്നോടുള്ള കരുത്തിണ്ട മങ്ങിയ പാമ്പാണ്, സ്വർണ്ണ നിറമുള്ള പാമ്പ്, തിളങ്ങണ പാമ്പ്. ഇതൊക്കെ എങ്ങനെ പഠിക്കണോ ഈ സാഹചര്യത്തിനനുസരിച്ച് കള്ളം പറയാൻ? അല്ല അച്ഛന് പാമ്പിന് പേടിയൊന്നുമില്ലേ? ചുമ്മാ അടുത്ത് പോയി സംസാരിക്കണ, കൈ കൊണ്ട് എറിയണ്, എന്തോന്ന് വെച്ചാൽ കൊത്തിയാലാ. അച്ഛന് പാമ്പിനെയും പേടിയില്ല, പഴുതാരം പേടിയില്ല, ഒരു ക്ഷുദ്രജീവികളും ഒന്നിനും അച്ഛന് പേടിയില്ല. വക്കം മുഹമ്മദ് ഋഷി പറഞ്ഞിട്ടുണ്ട്, ഇവരെല്ലാം ഭൂമിയുടെ അവകാശികളാണ്, മനുഷ്യരെ പോലെ തുല്യമായ അവകാശം അവർക്കും ഉണ്ട്, അതുകൊണ്ട് ആരെയും കൊല്ലരുത് കേട്ടാ. എന്തൊക്കെ പറഞ്ഞാലും അച്ഛൻ ഭയങ്കര സംഭവം തന്നെ അല്ലേ, എല്ലാം അറിയാം.